ടെക് ഫോർ വ്ളോഗിന്റെ കൃഷി ചലഞ്ചിന്റെ 11ാം ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നടാൻ പോകുന്നത് ഇന്നലെ വെള്ളത്തിലിട്ട 6 തരം വിത്തുകളും ഒപ്പം കിഴക്കേലെ ഗീതലിമ കോവക്കേരെ നല്ലൊരു തണ്ടും തന്നു. അത് ഞങ്ങൾ ഒരു ഗ്രോ ബാഗിൽ നടും. ഫ്രണ്ട്സ്, നല്ല മഴക്കാരുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ വിത്തുകൾ പാകണം. പിന്നെ കോവലും നടണം. ഇന്ന് വിത്ത് നടാൻ എന്നെ സഹായിക്കുന്നത് എന്റെ അനിയത്തിയും എന്റെ അമ്മയുമാണ്. പായു, നമുക്കിനി കോവൽ നടാം. മഴ പെയ്യാറായിട്ടുണ്ട്. അപ്പൊ ഞാൻ സഹായത്തിന് അമ്മനെ വിളിച്ചു. അപ്പൊ കൈപ്പയ്ക്കാണ്. ഇനി നമുക്ക് കുമ്പളം നടാം. ഇത് മത്തങ്ങേര വിത്തണ്ട. ഇത് പടവലങ്ങേര വിത്തണ്ട. ഇത് തണ്ണിമത്തന്റെ വിത്തണ്ട. മഴ പെയ്തു തുടങ്ങിയിട്ട. ഇനി നമുക്ക് വിത്തുകളെല്ലാം നാളെ നടാം. ഇനി നമുക്ക് 10ാം ദിവസത്തെ ചലഞ്ച് ഏറ്റെടുത്തവരുടെ ഫോട്ടോസും വീഡിയോസും കാണാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും വിത്തൊക്കെ പാകണില്ലേ? അപ്പൊ ഞാൻ ഇന്ന് പാകാൻ പോകുന്നത് ഫ്രഞ്ച് ബീൻസ് ആണ്. അപ്പൊ നമുക്ക് ഞാൻ ഓട്ട ഉണ്ടാക്കാണ്. ഒരു 2 ഓട്ട ഉണ്ടാക്കാം. ഇനി നമ്മള് 3 ഇട്ടു. നമുക്ക് കൃഷി ചലഞ്ച് 11ാം ദിവസം. ഇന്ന് ഞങ്ങള് തടമൊരുക്കാൻ അടിവളം ഒരുക്കുകയാണ്. അതിലേക്ക് വേണ്ടി വ്യത്യാസം മിക്സാണ്. ആട്ടുംകാട്ടവും ചാരവും കുമ്മായവും അടങ്ങിയ അറബാന തള്ളി വരികയാണ്. കഴിഞ്ഞ ദിവസം അവർ കുഴിച്ച വാഴയിൽ ഇനി വാഴക്കണ്ണും പറിച്ചു വെച്ചിട്ടുണ്ട്. നടാൻ പോവുകയാണ്. ഞങ്ങള് കുമ്മായിട്ടു, ആട്ടുംകാട്ടം, ചാരം എന്നിവ മിക്സ് ചെയ്തിട്ടു. നടന്നുണ്ട് 10 ചെടികളാണ്. പത്തഞ്ചിടം കിട്ടണം. കൂട്ടുകാരെ, നമുക്ക് ഇന്നത്തെ കൃഷി തുടങ്ങാം. ആദ്യം നമ്മൾ ഇന്നലെ മുളപ്പിക്കാൻ വെച്ച പയർവിത്തുകൾ നോക്കാം. ഇതാണ് നമ്മൾ ഇന്നലെ മുളപ്പിക്കാൻ വെച്ച പയർവിത്തും നിത്യവഴുതനയുടെ വിത്തും. ഇന്നലെ സൂഡോമോണസ് ലൈനിൽ 6 മണിക്കൂർ ഇട്ട് വെച്ചതിനു ശേഷം നനഞ്ഞൊരു കോട്ടൺ തുണിയിൽ ഞാൻ കെട്ടിവെച്ചു. ഇനി നമുക്കിത് നടാം. മുളച്ച ഭാഗം അടിയിലോട്ടായി നടണം. കഷ്ടം അടിവളമാക്കി ഞാൻ 2
2 ദിവസം മുന്നേ ഒരുക്കിയ തടം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ചീരയെ നടാം. ഇതിൽ നല്ല മൂത്ത തൈകൾ നോക്കി പറിച്ചെടുക്കാം. ഇനി 12ാം ദിവസത്തെ കൃഷി ചാലഞ്ചിന്റെ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ. എന്ന് നിങ്ങളുടെ സ്വന്തം കിച്ചു.